യേശുക്രിസ്തു തനിക്ക് മരിക്കാനുള്ള മരക്കുരിശും ചുമലിലേറ്റി കാൽനടയായി ഗാഗുൽത്ത മലയിലേക്ക് ചെന്ന അവസാന യാത്ര അത്യന്തം കഠിനമായ പീഡനയാത്രയായിരുന്നു. ആ യാത്രയെ അതേപടി ഈ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ദിവസം ചങ്ങനാശ്ശേരിയിലെ ഈര ലൂർദ് മാതാപള്ളിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചു. അത് കണ്ടുനിന്ന നാനാജാതി ജനങ്ങൾ യേശുവിന്റെ തിരുമുറിവുകൾ സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള പ്രധാന പാതയിൽ കുറിച്ചിക്കടുത്താണ് ഈര ലൂർദ് മാതാപള്ളി. ദുഃഖവെള്ളിയാഴ്ച ദിവസം വൈകുന്നേരത്തോടെ വിശ്വാസികളും നാട്ടുകാരുമെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ്. ഇവിടെ തീർത്തും വ്യത്യസ്തമായൊരു പീഠാനുഭവ യാത്ര തുടങ്ങുന്നു. പള്ളി വികാരി ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ ആണ് ഇങ്ങനെയൊരു യാത്രയെക്കുറിച്ചുള്ള ആശയം മുന്നോട്ട് വെച്ചത്. ഗ്രാമവീഥിയിലൂടെ ഈശോ അന്ന് അനുഭവിച്ച വേദനകളൊന്ന് റീക്രിയേറ്റ് ചെയ്യുകയാണ്. വെറുതെ റീക്രിയേറ്റ് ചെയ്ത് പോകുകയല്ല. ഇവരോട് ഈ ആർട്ടിസ്റ്റുകളൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങിയവരാണ്. ഈ ഇടവക ജനം മുഴുവൻ പ്രാർത്ഥിച്ചവരാണ്. അപ്പം ഈ ഗ്രാമത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങുകയാണ്. പിലാത്തോസിന്റെ അരമനയിൽ നിന്നും ഗാഗുൽത്ത മലയിലേക്കാണ് കുരിശുയാത്ര. യേശു കുറ്റവാളിയല്ലെന്ന് ബോധ്യമായിട്ടും നിസ്സഹായനായ പിലാത്തോസിന് യേശുവിനെ ശിക്ഷിക്കേണ്ടി വന്നു. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അത്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പിലാത്തോസിന്റെ അരമനയിൽ നിന്നുള്ള ഈ രംഗത്തോടെയാണ് കുരിശിന്റെ വഴിയുടെ തുടക്കം. കുരിശിന്റെ വഴിയിൽ 14 സ്ഥലങ്ങളാണ് ഉള്ളത്. അതിലൊന്നാമത്തെ സ്ഥലമാണ് പിലാത്തോസിന്റെ അരമന. കുറ്റം ചെയ്യാത്തവൻ ഇവിടെ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ നമ്മയും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നമ്മോട് നിർദ്ദയമായി പെരുമാറുമ്പോഴും യേശുവിനെ പോലെ അതെല്ലാം സമചിത്തതയോടെ സഹിക്കുവാൻ നമുക്കും പ്രാപ്തിയുണ്ടാവേണമേ എന്നാണ് പ്രാർത്ഥന. ഭാരമേറിയ കുരിശുമായി യേശു രണ്ടാമത്തെ സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ആൾക്കൂട്ടത്തിലും യേശു ഏകാഗിയാണ്. യൂദാസ് ഒറ്റിക്കൊടുത്തു, പത്രോസ് ഉപേക്ഷിച്ചു, ശിഷ്യന്മാർ ഓടിയൊളിച്ചു. കൂടെയുള്ളത് ക്രൂരന്മാരായ പട്ടാളക്കാരും ആർത്തുവിളിച്ച് അപമാനിക്കുന്ന ആൾക്കൂട്ടവും. ക്ഷീണിച്ച ശരീരവും വിറയ്ക്കുന്ന കാലുകളുമായി നീങ്ങിയ യേശു മുട്ടുകുത്തി വീഴുന്നു. അപ്പോഴും പട്ടാളക്കാരുടെ ചാട്ടവാറടി. വീണ്ടും യാത്ര തുടരുക തന്നെ. അപ്പോഴതാ പ്രിയപ്പെട്ട അമ്മ ഓടിയെത്തുന്നു. വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അവർ ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ മകന്റെ ശരീരത്തിൽ വീഴുന്ന ഓരോ പ്രഹരവും അമ്മ സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയാണ്. ഈ അമ്മ അറിയുന്നുണ്ട്. ഇതെല്ലാം വെറുതെയാണെന്നാണോ അമ്മ കരുതുന്നത്? ഈ ലോകത്തിന്റെ ശരിയാണ്. നിന്റെ വഴികൾ തെറ്റിപ്പോവില്ലെന്ന് എനിക്കറിയാം. യാത്ര 6ാമത്തെ സ്ഥലത്തെത്തുമ്പോൾ അതാ വെറോനിക്ക കാത്തുനിൽക്കുന്നു. നിലത്തു തളർന്നിരിക്കുന്ന യേശുവിനടുത്തേക്ക് ജെറുസലേമിന്റെ ആ കാരുണ്യരൂപം നടന്നു ചെല്ലുന്നു. കയ്യിലെ തൂവാല കൊണ്ട് യേശുവിന്റെ മുഖത്തെ രക്തം വിനയപൂർവ്വം ഒപ്പിയെടുക്കുന്നു. അതാ യേശുവിന്റെ മുഖം ആ തൂവാലയിൽ പതിഞ്ഞിരിക്കുന്നു. ആ തൂവാല അവളുടെ ഹൃദയമാണ്. ഏഴാമത്തെ സ്ഥലത്തെത്തിയപ്പോൾ യേശു പിന്നെയും വീണു. ആൾക്കൂട്ടം പരിഹസിച്ചുകൊണ്ട് ആർത്തു വിളിക്കുകയാണ്. നിന്റെ മുൾമൂടി തീർത്തതെന്നോടെ പാപമാണെന്റെ യേശുവേ,
10ാമത്തെ സ്ഥലമായ ഗാഗുൽത്തയിൽ എത്തിയിരിക്കുന്നു. അവിടെ വെച്ച് യേശുവിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റുകയാണ്. പട്ടാളക്കാർ അവ വീതം വെച്ച് എടുത്തു. പിന്നെ കുരിശിലേറ്റലാണ്. കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും ആണിയടിച്ചു കയറ്റുന്നു. യേശുവിന്റെ ഇരുവശത്തുമായി 2 കള്ളന്മാരെയും കുരിശിലേറ്റി. ഉഗ്രമായ വേദന കടിച്ചമർത്തി യേശു കുരിശിൽ നിന്നു. ആ ചുണ്ടുകളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന പ്രാർത്ഥനയോടെ യേശു കുരിശിൽ ധ്യാനനിമഗ്നനായി നിന്നു. ഒടുവിൽ മൃതദേഹം കുരിശിൽ നിന്ന് ഇറക്കി മാതാവിന്റെ മടിയിൽ കിടത്തി. ലോകത്തിന് കാരുണ്യം മാത്രം ചൊരിഞ്ഞ ഓമനപുത്രൻ ഇതാ നിശ്ചലനായിരിക്കുന്നു. അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ മകൻ അമ്മയോട് അന്ത്യയാത്ര പറഞ്ഞിരിക്കുന്നു. ആ അമ്മയുടെ സങ്കടം വിവരിക്കാൻ ആർക്കാണ് കഴിയുക? യേശുവായി വേഷമിട്ടത് ബാങ്ക് ഉദ്യോഗസ്ഥൻ കൂടിയായ ബൈജു ആണ്. 10 വർഷമായി ബൈജു പലയിടത്തും ഇങ്ങനെ യേശുവായി വേഷമിടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കിട്ടുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഫീലിംഗ്. എനിക്ക് സ്വന്തമായിട്ട് ഫീലിംഗ് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ കണ്ടുനിന്ന എല്ലാവരും നല്ലതായി എന്ന് പറയുമ്പോഴാണ് എനിക്ക് ദൈവത്തിന്റെ നാമത്തിലുള്ള ഒരു മഹത്വം കിട്ടുക. പ്രാർത്ഥിച്ച് പ്രാർത്ഥനകളെല്ലാം യാന്ത്രികമായി തീർന്ന കാലത്ത് യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഈ നേർക്കാഴ്ച എല്ലാവരുടെയും ഉള്ളിൽ തട്ടുന്നതായിരുന്നു.